ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഭാഗമാണ് പറഞ്ഞത്. അങ്ങനെ സീതയുടെ ശകാരവാക്കുകൾ കേട്ട് കോപിച്ച് രാവണൻ കൂടുതൽ വേഗത്തിൽ രഥമോടിച്ചു. ഗരുഡപുത്രനായ ജടായു എന്ന പക്ഷി ദൂരെ നിന്നേ സീതയുടെ കരച്ചിൽ കേട്ടു. ആകാശത്തേക്ക് ഉയർന്നു നോക്കിയപ്പോൾ രാക്ഷസൻ രാമപത്നിയായ സീതാദേവിയെയും കൊണ്ട് പോകുന്നത് കണ്ടു. ത്രിലോകങ്ങളിലെ വീരന്മാരെയെല്ലാം കണ്ടിട്ടുള്ള പക്ഷിക്ക് അത് ലങ്കേശ്വരനാണെന്ന് മനസ്സിലായി. 2 ചിറകുകളും വീശി പറന്നെടുത്തു. രാവണനെ തടഞ്ഞുകൊണ്ട് വഴിയിൽ വിലങ്ങനെ നിന്നു. രാവണനെ വിളിച്ചു പറഞ്ഞു, രാക്ഷസ, നിനക്കറിയില്ലേ എന്തു കുറ്റത്തിനാണ് നീ രാമൻ്റെ സുന്ദരിയെ അപഹരിച്ചത്? ശ്രീരാമൻ നിന്റെ ലങ്കാപുരി നശിപ്പിച്ചോ? ശൂർപ്പണഖ രാമനെ തേടി ചെന്നതല്ലേ? ആ കുറ്റത്തിനാണ് കാതും മൂക്കും മറ്റും മുറിച്ചത്. ധർമ്മതൽപരനായ ദശരഥൻ്റെ പുത്രവധുവിനെ നീ ഭയമില്ലാതെ അപഹരിച്ചോ? എന്തു ചെയ്യും ഞാൻ വൃദ്ധനായി, കൊക്കിന് മൂർച്ചയില്ലാതായി, അല്ലെങ്കിൽ പഴം കൊത്തിമുറിക്കുന്നത് പോലെ നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. ചിറകടിച്ചുകൊണ്ട് പക്ഷി രാവണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആകാശത്തിലേക്ക് ഉയർന്നു നോക്കി. രാമൻ വളരെ ദൂരെയാണ്. രാവണൻ്റെ രഥത്തിൽ വന്ന് പലവട്ടം കൊത്തി. ഉയർന്നു പൊങ്ങി പെട്ടെന്ന് താഴ്ന്നു വന്നു. രാവണൻ്റെ പുറത്തെ മാംസം തിന്നാനായി ശ്രമിക്കുന്നു. തേനാളിയുടെ ശിരസ് മൂർച്ചയുള്ള കൊക്കുകൊണ്ട് കൊത്തിമുറിച്ചു. കൊടിമരം തുണ്ടം തുണ്ടമാക്കി. ദശാനനൻ ക്രോധം കൊണ്ട് ജ്വലിച്ചു. രാവണൻ ചോദിച്ചു, പക്ഷി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ജീവൻ കളയുന്നത്? അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്ക്. നിന്റെ 2 ചിറകും ഞാൻ വെട്ടിക്കളയുകയാണ്. 2 പേരും തമ്മിൽ ഘോരയുദ്ധം നടന്നു. ആർക്കും ആരെയും തോൽപ്പിക്കാൻ പറ്റിയില്ല. രാവണൻ്റെ രത്നകിരീടം പക്ഷി കൊത്തിപ്പൊട്ടിച്ചു. പൂർവപുണ്യത്താൽ രാവണന് 10 ശിരസുണ്ട്. ശിവന്റെ പ്രസാദത്താൽ അതിന് ഒരു കേടും പറ്റുകയില്ല. എന്നാൽ കേശം കൊത്തി കൊത്തി അരിഞ്ഞു. രാവണൻ ചൊടിച്ചു. 32,000 ബാണങ്ങൾ പക്ഷിയുടെ നേർ കഴിച്ചു. പക്ഷി സർവാംശം മുറിഞ്ഞ് തളർന്നു. ദുർജയനായ രാവണൻ 3 ലോകങ്ങളും ജയിച്ച കരുത്തനാണ്. ഒരു പക്ഷിക്ക് അവനോട് എന്തു ചെയ്യാൻ? പക്ഷിരാജൻ രാമൻ വരുന്നതും കാത്തുകിടന്നു. പ്രാണഭയം നിമിത്തം പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പേടിയായി. പക്ഷി അനങ്ങുന്നില്ലെന്ന് കണ്ട് രാവണൻ തൻ്റെ വാളുകൊണ്ട് 2 ചിറകുകളും മുറിച്ചു. പക്ഷി ഭൂമിയിൽ കിടന്നു പിടച്ചു. സീതാദേവി പക്ഷിയുടെ അടുത്ത് ചെന്നിരുന്നു. എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞല്ലോ. രാവണൻ്റെ കൈകൊണ്ട് ഞാൻ മരിക്കും. എൻ്റെ ജന്മം രാവണൻ നിമിത്തം ഒടുങ്ങും. ഇനി ഞാൻ രാമനെ കാണില്ല. രാമനെയും ലക്ഷ്മണനെയും വനമധ്യത്തിൽ കാണുമ്പോൾ എല്ലാ വിവരങ്ങളും പറയണം. അങ്ങയുടെ സീതയെ രാമൻ അപഹരിച്ചുവെന്ന്. കടലിനക്കരെയുള്ള ലങ്കാപുരിയിലേക്ക് ആകാശത്തിലൂടെ രാവണൻ അങ്ങയുടെ സുന്ദരിയെ കൊണ്ടുപോയി എന്ന് പറയണം. ജടായു സീതാദേവിയെ സ്വാന്തനപ്പെടുത്തി. ദേവി, എനിക്ക് കൈകളില്ല. അവിടുന്ന് കണ്ടില്ലേ ഞാൻ എത്രമാത്രം യുദ്ധം ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കൂ, കരയരുത്. ശ്രീരാമനും ലക്ഷ്മണനും ദേവിയെ വീണ്ടെടുക്കും. 2 പേരും തമ്മിൽ പറയുന്നത് കേട്ട് രാവണൻ ചിരിച്ചു. രാവണൻ സീതയെ പിടിച്ച് രഥത്തിൽ കയറ്റി. സീതയുടെ രോദനം കേട്ട് പാറകൾ പൊടിഞ്ഞു വീണു. സീത ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല. ദീനവേശയായി, പരവശയായി, ശരീരം മെലിഞ്ഞ് അവശയായി ദേവി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഗരുഡൻ്റെ മുമ്പിൽപ്പെട്ട പെൺപാമ്പിനെ പോലെ ആയി സീത. സീതയുടെ വിലാപം പക്ഷേ രാവണൻ കേട്ടില്ല. രഥത്തിൽ കയറി വായുവേഗത്തിൽ ആകാശത്തിലേക്ക് ഉയർന്നു. പക്ഷിയുമായുള്ള യുദ്ധത്തിൽ രാവണനും ക്ഷീണിച്ചിരുന്നു.
ആർക്കറിയാം രാമൻ വന്ന് ശിരസറുത്തു കൊല്ലുമോ എന്ന്. അങ്ങനെയൊരു ഭയം രാവണനും ഉണ്ടായിരുന്നു. വിവരം ശ്രീരാമനെ അറിയിക്കാനായി സീതാദേവി ആഭരണങ്ങൾ താഴേക്കിട്ടു. ആകാശത്തു നിന്ന് പുഷ്പം പോലെ പറന്ന് അത് താഴെ വീണു. അവ ഭൂമിക്ക് ശോഭ പകർന്നു. ഋഷ്യമൂകം എന്ന അത്യുന്നത പർവ്വതത്തിന് മുകളിൽ 5 ബന്ധുക്കളോടൊത്ത് സുഗ്രീവൻ വസിക്കുന്നു. നളൻ, നീലൻ, ഗവാക്ഷൻ, ഹനുമാൻ, ജാംബവാൻ, സുഗ്രീവൻ ഇവർ 6 പേരും ഒരു മരത്തിൽ പക്ഷികളിരിക്കുന്നത് പോലെ ഋഷ്യമൂകത്തിൽ ഉണ്ട്. സീത അവരെ വിളിച്ചു പറഞ്ഞു, കപിരാജൻ, ഞാൻ ശ്രീരാമപത്നിയായ സീതയാണ്. ഞാൻ മെയ്യാഭരണങ്ങളും ഉത്തരീയവും താഴേക്കിട്ടിട്ടുണ്ട്. രാമനുമായി നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് പറയണം, രാവണൻ സീതയെ അപഹരിച്ചുവെന്ന്. അപ്പോൾ ആഞ്ജനേയൻ സുഗ്രീവനോട് പറഞ്ഞു, സീതയെ രാവണൻ അപഹരിച്ചിരിക്കുന്നു, ദേവിയെ അപമാനിച്ചിരിക്കുന്നു. ഈ ആലോചന രാവണൻ കേട്ടു. ശ്രീരാമനെ ഭയന്ന് സീതയെയും കൊണ്ട് തെക്കോട്ട് പാഞ്ഞു. ഭാഗ്യവശാൽ സമ്പാദിയുടെ പുത്രനായ സുപാർശ്വൻ എന്ന പക്ഷിരാജൻ ഇത് കണ്ടു. അച്ഛന് ആഹാരം ശേഖരിക്കാൻ വിന്ധ്യാചലത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സുപാർശ്വൻ. ജടായുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ രാവണൻ ജടായുവിനെ വധിച്ചത് അറിഞ്ഞിരുന്നില്ല. ജടായുവിൻ്റെ മരണം സുപാർശ്വൻ അറിഞ്ഞിരുന്നുവെങ്കിൽ രാവണനെ കുത്തിക്കീറിയേനെ. സുപാർശ്വൻ പറക്കുമ്പോൾ വനത്തിലെ പന്നി, കാട്ടുപോത്ത്, ആന തുടങ്ങിയ 1000 ജന്തുക്കൾ പേടിച്ചോടും. കടലിലെ ജന്തുക്കളെ കൊത്തിയെടുക്കാൻ ചെല്ലുമ്പോൾ ജലത്തിൻ്റെ 1/3 ഭാഗം മാത്രമേ കാണൂ. 2 പങ്കും 2 ചിറകുകൾ മറയ്ക്കും. അത്ര ഭീമാകാരമായ പക്ഷിയാണ് സുപാർശ്വൻ. ജടായുവിൻ്റെ പുത്രൻ ഗരുഡൻ്റെ പൗത്രൻ അന്തരീക്ഷത്തിലൂടെ വേഗത്തിൽ പറക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ ചിറകടിച്ചു. രാവണൻ ഭയത്തോടെ ശിരസുയർത്തി മുകളിലേക്ക് നോക്കി. ശ്രീറാം ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവി കരയുകയാണ്. പക്ഷിരാജൻ ആകാശത്തിൽ നിന്ന് അത് കേട്ടു. തൻ്റെ 2 ചിറകുകളും കൊണ്ട് രാവണൻ്റെ രഥം തടഞ്ഞു. ദേവതകൾ അവനെ വിളിച്ചു പറഞ്ഞു, രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ട് പോവുകയാണ്. ദേവതകളുടെ വാക്കുകേട്ട് പക്ഷി കോപം കൊണ്ടു ജ്വലിച്ചു. രഥത്തെ പിളർക്കുവാനായി കൊക്കു വിരിച്ചുകൊണ്ട് ചെന്നു. രഥത്തിനുള്ളിൽ സീതാദേവി ഇരിക്കുന്നത് കണ്ടു. നാരീഹത്യ ചെയ്ത് നരകം നേടണ്ട എന്ന് വിചാരിച്ച് ചിറകുകൾ കൊണ്ട് രഥത്തെ തടഞ്ഞു നിർത്തി. രാവണൻ വിനയത്തോടെ പറഞ്ഞു, ഞാൻ രാവണനാണ്, ലങ്കയിലാണ് വസതി. എനിക്ക് താങ്കളുമായി ഒരു ശത്രുതയുമില്ല. രാഘവൻ എന്നെ അപമാനിച്ചു, എൻ്റെ സഹോദരിയുടെ കാതും മൂക്കും മുറിച്ചു, സഹോദരന്മാരായ ഖരനെയും ദൂഷണനെയും വധിച്ചു. ഈ ക്രോധം കൊണ്ട് രാഘവൻ്റെ സുന്ദരിയെ ഞാൻ അപഹരിച്ചു. താങ്കൾ ത്രിഭുവനത്തിലും വിഖ്യാതനാണ്, ദുർജയനാണ് താങ്കളെന്നും എനിക്കറിയാം. ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ഇത് കേട്ട് സുപാർശ്വനൻ ക്ഷമിച്ചു. മുന്നിലെ തടസ്സം മാറ്റി രഥം വിട്ടുകൊടുത്തു. അപ്പോൾ രാവണൻ രഥവുമായി ഉയർന്നു. ഇതൊന്നും സീത അറിഞ്ഞില്ല. ഭയത്താൽ സ്വയം മറന്ന് സമുദ്രം നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ലങ്കാതീരം കണ്ടപ്പോൾ രാവണന് ഉല്ലാസമായി. സാഗരം അസ്വസ്ഥതയോടെ നിശ്വസിച്ചു. വേലിയേറ്റമുണ്ടായി. ഗുണസാഗരമായ രാമൻ എങ്ങനെ ഈ കടൽ കടക്കുമെന്ന് സീതാദേവി ദുഃഖത്തോടെ വിചാരിച്ചു. ലങ്കേശ്വരൻ സീതാദേവിയെ രഥത്തിൽ നിന്നിറക്കി എവിടെ പാർപ്പിക്കുമെന്ന് ചിന്തിച്ചു. രാമലക്ഷ്മണന്മാരോട് ശത്രുത നേടിക്കഴിഞ്ഞു. ഇനി അവർ 2 പേരെയും വധിക്കാതെ ഉറക്കം വരികയില്ല. രാവണൻ്റെ അടുത്തു ചെന്ന് 14 നിശാചരന്മാർ, അനേകം രാക്ഷസന്മാരെ രാമൻ ഒരാൾ തന്നെ വധിച്ചു എന്ന് അറിയിച്ചു. രാമലക്ഷ്മണന്മാരോട് ഞങ്ങൾ 14 പേർ എന്തു ചെയ്യാനാണ് എന്ന് പരിതപിച്ചു. രാവണൻ പറഞ്ഞു, നിർത്ത്,
എന്തിനാണിത്ര ഭയം? എൻ്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും പൊയ്ക്കോളൂ. രാവണന്റെ കോപം കണ്ട് വിറച്ച വീരന്മാർ ലങ്ക വിട്ട് ഓടി രക്ഷപ്പെട്ടു. രാവണൻ ഉറക്കമില്ല, ഭക്ഷണമില്ല. സീതയെ എവിടെ പാർപ്പിക്കുമെന്നായി ചിന്ത. സീതയെ ചിന്തയിൽ നിന്നുണർത്തുവാൻ രാവണൻ പറഞ്ഞു, മുഖമുയർത്തി ലങ്കാപുരം ഒന്ന് കാണൂ. സൂര്യനും ചന്ദ്രനും എപ്പോഴും വന്ന് പാറാവു നിൽക്കുന്നു. എൻ്റെ ആജ്ഞയില്ലാതെ ആരും അടുത്തു വരികയില്ല. 4 വശവും സമുദ്രം, മധ്യത്തിലാണ് ലങ്ക. ദേവന്മാരോ അസുരന്മാരോ ലങ്കാനഗരത്തിൽ വരികയില്ല. എൻ്റെ അന്തപുരത്തിൽ ദേവകന്യകളും അസുരസുന്ദരികളുമുണ്ട്. എല്ലാവരെയും ദേവിയുടെ ദാസികളായി നിർത്താം. എല്ലാവിധ സമ്പത്തുകളും നിറഞ്ഞ എൻ്റെ ഭണ്ഡാരം കാണുക. കൽപ്പിച്ചാലും എല്ലാം ഭവതിയുടേതാണ്. ഞാൻ സേവകനാണ്. ദേവി സർവേശ്വരി, അന്തപുരത്തിലേക്ക് പോകാൻ അനുവദിക്കണം. ഈ വിധമുള്ള രാവണന്റെ വാക്കുകേട്ട് സീതയുടെ ഉള്ളിൽ കോപം അണപൊട്ടി. ദേവി മുഖം തിരിച്ച് പതുക്കെ പറഞ്ഞു, ധ്യാനവും പ്രാണനും ജീവനും ദേവനുമെല്ലാം എനിക്ക് രാമനാണ്. രാമനൊഴികെ മറ്റാരെയും സീത അറിയുകയില്ല. സീത പറയുന്നത് കേട്ട് നിരാശനായ രാവണൻ ദേവിയുടെ സമീപത്ത് ചില ജോലിക്കാരെ നിയോഗിച്ചു. സീതയെ അശോകവനത്തിൽ കൊണ്ടുചെന്ന് പാർപ്പിച്ചു. സീതയ്ക്കു ചുറ്റും രാക്ഷസിമാരാണ്. ശൂർപ്പണഖ വന്ന് നിഷ്ഠൂര വചനങ്ങൾ പറഞ്ഞു. ഞാൻ കഴുത്തിൽ നഖം താഴ്ത്തി നിന്നെ കൊല്ലും. നിന്റെ അനുജൻ എൻ്റെ മൂക്കും കാതും മുലയും മുറിച്ചു. അതിന് പ്രതികാരമായി ഞാൻ നിന്നെ വധിക്കും. അവൾ ഗർജിക്കുകയും കോപിക്കുകയും ചെയ്തെങ്കിലും രാവണനെ ഭയന്ന് കൂടുതലൊന്നും പറഞ്ഞില്ല. അശോകവനത്തിൽ ശോകയായി സീതയിരുന്നു. എപ്പോഴും ഉള്ളിൽ രാമൻ, നയനങ്ങളിൽ കണ്ണുനീരും. ദേവന്മാർക്ക് ജാനകിയുടെ ദുഃഖം നിമിത്തം വലിയ സങ്കടമായി. ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു, സീത 10 മാസം ലങ്കാമധ്യത്തിൽ കഴിയണം. അത്ര കാലം ഉപവസിക്കുന്നതെങ്ങനെ? ജാനകി ക്ഷീണിച്ചാൽ ഭഗവാന്റെ അവതാര കൃത്യം നടക്കുകയില്ല. ഈ പായസം കൊണ്ടുപോകൂ ദേവരാജ. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവേന്ദ്രൻ അശോകവനത്തിലെത്തി. സീതാദേവി ദുഃഖിതയായി അവിടെ ഇരിക്കുന്നു. ഇന്ദ്രൻ പറഞ്ഞു, ദേവി സംശയിക്കരുത്. ഞാൻ ഇന്ദ്രനാണ്. ശ്രീരാമനും ലക്ഷ്മണനും മാനിനെ വധിക്കാൻ പോയി. മറ്റാരുമില്ലാത്ത ഭവനത്തിൽ നിന്നും ദേവിയെ രാവണൻ അപഹരിച്ചു. രാമൻ ചിറകെട്ടി സമുദ്രം കടന്നു വന്ന് രാവണനെ വധിച്ച് ദേവിയെ മോചിപ്പിക്കും. ദുഃഖമടക്കി ധൈര്യമായിട്ടിരിക്കൂ. ദേവിക്ക് വേണ്ടി പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ജാനകി പറഞ്ഞു, ലങ്ക അസുരന്മാർ നിറഞ്ഞതാണ്. ഇന്ദ്രനാണെങ്കിൽ പരിചയം നൽകണം. എനിക്ക് വിശ്വാസമില്ല. ഇതു കേട്ടുടൻ ഇന്ദ്രൻ മനസ്സിലോർത്തപ്പോൾ തന്നെ സഹസ്രലോചനനായി. സീതയ്ക്ക് സഹസ്രലോചനനായി ഇന്ദ്രനെ കണ്ട് വിശ്വാസമായി. ഇന്ദ്രൻ അമൃതപായസം ദേവിക്ക് നൽകി. വിശപ്പും ക്ഷീണവും ഇല്ലാതാക്കുന്ന പായസം ആദ്യം ശ്രീരാമനെ സങ്കല്പിച്ച് സമർപ്പിച്ചു. പിന്നീട് ദേവി ഭക്ഷിച്ചു. പായസഭക്ഷണം ദേവിക്ക് തൃപ്തി നൽകി. രാമൻ്റെ വിരഹജ്വാല തടയാൻ ആർക്ക് കഴിയും? മഹേന്ദ്രൻ വീണ്ടും വരണം. ഞാൻ എന്നും അമൃതഫലങ്ങൾ ഇവിടെ എത്തിക്കാം. സീതയെ ആശ്വസിപ്പിച്ചിട്ട് ദേവേന്ദ്രൻ വിടവാങ്ങി. സീതാദേവി നിരന്തരം ദുഃഖമനുഭവിച്ചുകൊണ്ട് അശോകവനത്തിൽ വസിച്ചു. ഹൃദയത്തിൽ രാമനും നയനത്തിൽ കണ്ണുനീരും. വില്ലും അമ്പും കയ്യിലേന്തി രാമൻ പർണശാലയിലെത്തി. വഴിയിൽ പല ദുർനിമിത്തങ്ങളും കണ്ടു. സർപ്പത്തെ കണ്ടു, വലതുവശത്ത് കുറുക്കനെ കണ്ടു. മനസ്സ് അസ്വസ്ഥമായി. നിശാചരന്മാരുടെ ശബ്ദം കേട്ടു. ദുശങ്കയോടെ വന്നു കയറിയപ്പോൾ ഭവനം ശൂന്യമായി കിടക്കുന്നു. മാരീചൻ്റെ രോദനം കേട്ട് ലക്ഷ്മണന് തെറ്റുപറ്റിയോ? സീതയെ തനിച്ചാക്കിയിട്ട് വേറെ എവിടെങ്കിലും പോയോ? വിധാതാവ് ദുഃഖത്തിന്മേൽ ദുഃഖം തന്നെ നൽകുകയാണല്ലോ. തലയിൽ എഴുതി വച്ചിരിക്കുന്നത് കൈകേയി മാതാവ് എടുത്തു തന്നു. ശ്രീരാമൻ എല്ലാ ദേവതകളെയും വിളിച്ച് സീതയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തിനാണ് ഭഗവാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന്. അതിന് കാരണം ശ്രീരാമചന്ദ്രൻ പൂർണ്ണമായ
മനുഷ്യരൂപത്തിലാണ് പിറന്നിരിക്കുന്നത്. ഭഗവാൻ നാരായണൻ്റെ പൂർണ്ണമായ മനുഷ്യരൂപമാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലൊക്കെയാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹരേ കൃഷ്ണ. ശങ്കിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ലക്ഷ്മണൻ ഇതാ വരുന്നു. ലക്ഷ്മണനെ കണ്ട് വിസ്മയത്തോടെ രഘുമണി ചോദിച്ചു, എന്താണ് അനുജ നീ ഒറ്റയ്ക്ക് വരുന്നത്? ആരുമില്ലാത്ത ഭവനത്തിൽ ദേവിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോന്നതെന്തിന്? പാപിയായ രാക്ഷസൻ ചതിച്ചു. ജാനകിയെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോന്നത്. എൻ്റെ സീതയെ കാണുന്നില്ലല്ലോ. എവിടെ അനുജ? എൻ്റെ വാക്ക് എന്തുകൊണ്ടാണ് നീ മാനിക്കാതിരുന്നത്? എന്തുപറ്റി ലക്ഷ്മണ? എന്താണ് ഉണ്ടായത്? ഞാൻ എൻ്റെ ദുഃഖം ആരോട് പറയും? എന്തിനാണ് ദേവിയെ ഒറ്റയ്ക്കിരുത്തിയിട്ട് പോയത്? ലക്ഷ്മണൻ നിറകണ്ണോടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാമൻ പറഞ്ഞു, അനുജ, സീതയെ കാണാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, സീതയെ കാണുന്നില്ല. സീതയെ രാക്ഷസൻ അപഹരിച്ചു. ഓരോ മരച്ചുവടിലും ഓരോ നദീതടത്തിലും ഓരോ വിരൽപ്പാടിടത്തിലും രാമൻ ആശങ്കാകുലനായി തെരഞ്ഞു. ഗോദാവരി തീരം മുഴുവൻ ഇളക്കിമറിച്ചു തെരച്ചിൽ നടത്തി. ഗിരികൾ, ഗുഹകൾ, തപോവനങ്ങൾ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും സീതയെ തെരഞ്ഞു. വീണ്ടും അവിടെ തന്നെ ചെന്ന് നോക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും 100 തവണ വീതം ചെന്നു നോക്കി. എന്നിട്ടും ദേവിയെ കണ്ടെത്തിയില്ല. സീതയെ വിളിച്ചു കരയുന്ന രാമൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നുതിർന്നു വീണു. രാമൻ്റെ കരച്ചിൽ കണ്ട് വനത്തിലെ മൃഗങ്ങളും പക്ഷികളും കരഞ്ഞുപോയി. തപോവനത്തിലെ മുനിമാരൊക്കെ രാമൻ്റെ പർണശാലയിൽ വന്നു. അവർ നല്ല ഉപദേശങ്ങൾ നൽകി. പക്ഷേ ഉപദേശങ്ങളൊന്നും തന്നെ ശ്രീരാമൻ്റെ വിഷമത്തെ ഒട്ടും കുറച്ചില്ല. സീതയുടെ ഗുണഗണങ്ങളാണ് എപ്പോഴും തെളിയുന്നത്. സീതയെ സീതയെ എന്ന് വിളിച്ചുകൊണ്ട് ഭൂമിയിൽ വീണു രാമൻ. ലക്ഷ്മണൻ ശ്രീരാമനെ താങ്ങിയിരുത്തി. ജാനകി ശോകം നിമിത്തം രഘുവീരൻ അധീരനായി. ദേവലോകത്തിൽ ദേവന്മാരും സങ്കടപ്പെട്ടു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, സീതയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. എൻ്റെ മനസ്സിൽ സീതയെ കാണാം. എന്തു ചെയ്യാം? എവിടെ പോകും ലക്ഷ്മണ? എവിടെ ചെന്നാൽ സീതയെ കാണാമെന്ന് ആലോചിക്ക്. മൃഗങ്ങളെ, പക്ഷികളെ, വൃക്ഷങ്ങളെ, ലതകളെ, ആരാണ് എൻ്റെ സീതയെ അപഹരിച്ചത്? ഇങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് രാമൻ വനത്തിൽ അലഞ്ഞു നടന്നു. വഴിയിൽ സീതാദേവിയുടെ ആഭരണം കണ്ടു. തകർന്ന രഥത്തിൻ്റെ ചക്രങ്ങൾ കണ്ടു. സ്വർണ്ണ നിർമ്മിതമായ പതാക വീണ് കിടക്കുന്നത് കണ്ടു. രഥത്തിൻ്റെ താഴികക്കുടവും രത്നം പതിച്ച ധ്വജവും വീണ് കിടക്കുന്നത് കണ്ടു. ലക്ഷ്മണ, ഇവിടെ സീതയെ അന്വേഷിക്കൂ. മുമ്പിൽ തന്നെ അത്യുന്നതമായ പർവ്വതം കാണുന്നു. ആ പർവ്വതം ചന്ദ്രമുഖിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ നോക്കാം. ഇവിടെ ഒരു മഹായുദ്ധം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, ഇവിടെ എന്തായാലും ഉണ്ടാവുകയില്ല. ഈ ഘോരപർവ്വതത്തിൽ സീത എങ്ങനെ ജീവിക്കും? അകാരണമായി പർവ്വതത്തെ എയ്തു മുറിക്കരുത്. ദേവിയെയും കൊണ്ട് ആരോ ആകാശമാർഗം പോയിട്ടുണ്ട്. പല പ്രാവശ്യത്തിലും പല പ്രകാരത്തിലും ശ്രീരാമനെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിച്ചു. പക്ഷേ ശോകാകുലനായ രാമൻ ലക്ഷ്മണൻ പറഞ്ഞതൊന്നും അംഗീകരിച്ചില്ല. ഇടയ്ക്കിടെ വില്ലിൽ ഞാണൊലിയിട്ട് ഗർജിക്കും. സൃഷ്ടികർത്താവ് ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടവയെ രഘുവര അങ്ങ് നഷ്ടപ്പെടുത്തുന്നത്? അപരാധിയെ കണ്ടില്ലെങ്കിൽ തെറ്റിന് മറ്റൊരാളെ ശിക്ഷിക്കാൻ പാടുണ്ടോ? അങ്ങയുടെ അസ്ത്രമയച്ചാൽ ആർക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അകാരണമായി ലോകത്തെ നശിപ്പിക്കരുത്. സീത എവിടെയാണ് എന്ന് നമുക്ക് അന്വേഷിക്കാം. ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്മണൻ ദേവനെ ആശ്വസിപ്പിച്ചു. സഹോദരന്മാർ രണ്ടുപേരും അന്വേഷണം തുടർന്നു. ഗ്രാമങ്ങൾ, തപോവനങ്ങൾ, പർവ്വത ശിഖരങ്ങൾ, അരുവികൾ, നദികൾ, പൊയ്കകൾ തുടങ്ങിയ എല്ലായിടത്തും തിരഞ്ഞു. കാണാതെ വരുമ്പോൾ ആശങ്കപ്പെട്ടു. അസ്ത്രം പിൻവലിച്ച് ആവനാഴിയിലിട്ടു. രണ്ടുപേരും സീത അന്വേഷണം തുടർന്നു. കിടന്നാൽ ഉടൻ രാമൻ എഴുന്നേൽക്കും. ഇത്തിരി നേരം ഇരിക്കും. ഇങ്ങനെ കരച്ചിലോട് കരച്ചിൽ. ഇങ്ങനെ രാമൻ നാലുപാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം പുരണ്ട മുഖവുമായി കിടക്കുന്ന ജടായുവിനെ കണ്ടു. ജടായുവിനെ കണ്ട രാമൻ വിചാരിച്ചു, ജടായുവാണ് സീതയെ തിന്നത്. നീ സീതയെ തിന്നു അല്ലേ? നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കും. അപ്പോൾ
പക്ഷി പറഞ്ഞു, വളരെ ക്ലേശിച്ച് അന്വേഷിച്ച് സീതയെ കണ്ടെത്തി. സീതയെ ഈ ദേശത്തു നിന്ന് കിട്ടുകയില്ല. സീതയ്ക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. ലങ്കയിലെ രാവണൻ സീതയെ കൊണ്ടുപോയി. നിങ്ങൾ സഹോദരന്മാർ രണ്ടുപേരും ഇല്ലാതിരുന്നപ്പോൾ രാവണൻ ഗൃഹത്തിൽ വന്നു സീതയെ അപഹരിച്ചു. വൃദ്ധനായ ഞാൻ യുദ്ധം ചെയ്തു അവനെ തടഞ്ഞു. രാമ, അങ്ങയെ കാണണമെന്ന് കരുതി കിടക്കുകയായിരുന്നു. രാവണൻ എൻ്റെ 2 ചിറകുകളും വെട്ടിക്കളഞ്ഞു. രക്തമൊഴുകി ഞാനിപ്പോൾ മരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. നേരത്തെ മരിച്ചു പോയെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? പ്രാണൻ കിടന്നതുകൊണ്ട് അങ്ങയെ കാണാൻ പറ്റി. അതിനു വേണ്ടിയാണ് പ്രാണൻ കിടന്നതും. നേരെ വന്നു നിൽക്കൂ രാമ, ഞാനൊന്ന് കാണട്ടെ. എനിക്ക് എല്ലാം അറിയാം. സഹോദരന്മാർ 2 പേരും അതിദുഃഖത്തോടെ കരഞ്ഞു. രാമൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു. രാമൻ പറഞ്ഞു, പക്ഷിരാജ, അങ്ങ് എൻ്റെ പിതാവാണ്. സീതയുടെ വിവരം പറഞ്ഞ് എൻ്റെ ദുഃഖം തീർത്തല്ലോ. രാവണനോട് എനിക്ക് വൈരമില്ലായിരുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ ദേവിയെ അപഹരിച്ചില്ലേ? അവൻ ഏത് വംശത്തിൽ ജനിച്ചു? എവിടെ ജീവിക്കുന്നു? എന്തിനാണ് എൻ്റെ ജാനകിയെ അപഹരിച്ചത്? വളരെ പാടുപെട്ട് പക്ഷി തലയുയർത്തി ശ്രീരാമനോട് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. 14,000 രാക്ഷസന്മാരെ വധിച്ചില്ലേ? ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ കാതും മൂക്കും മുറിച്ചില്ലേ? ആ കോപത്താൽ രാവണൻ ജാനകിയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിൽ സമുദ്രതീരത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. വിശ്വസ്രവസിൻ്റെ പുത്രനാണ് വലിയ രാജാവായ രാവണൻ. ബ്രഹ്മാവിൻ്റെ വരം കൊണ്ട് മഹാതേജസ്വിയായി. വിഷമിക്കരുത്, കരച്ചിലടക്കൂ. രാവണനെ വധിച്ച് അങ്ങ് ജാനകിയെ വീണ്ടെടുക്കും. എൻ്റെ വായിൽ അങ്ങയുടെ പാദതീർത്ഥം നൽകൂ. എല്ലാ പാപവും തീർത്ത് ഞാൻ സ്വർഗലോകത്തേക്ക് എത്തട്ടെ. സീതാവൃത്താന്തം ഇത്രയും പറഞ്ഞപ്പോഴേക്കും പക്ഷിയുടെ മുഖത്തു നിന്നും രക്തമൊഴുകി. മരണസമയത്ത് രാമലക്ഷ്മണന്മാരെ വന്ദിച്ചു ദിവ്യരഥത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ രാമൻ പറഞ്ഞു, പിതാവിനു തുല്യമാണ് ജടായു. സീതയ്ക്ക് വേണ്ടിയാണ് ജീവൻ അർപ്പിച്ചത്. വന്യജീവികൾ ഈ ശരീരം ഭക്ഷിച്ചാൽ ദുഷ്കീർത്തി ഉണ്ടാകും. ലക്ഷ്മണൻ അപ്പോൾ തന്നെ ദിവ്യമായ അഗ്നികുണ്ഡം നിർമ്മിച്ചു. ജടായുവിനെ ചിതയ്ക്ക് മുകളിൽ വെച്ചു. 2 സഹോദരന്മാരും കൂടി അഗ്നികർമ്മം നടത്തി. ഗോദാവരി ജലത്തിൽ ജടായുവിന് വേണ്ടിയുള്ള തർപ്പണം നടത്തി. രാമനെ കണ്ടുകൊണ്ട് പക്ഷി സ്വർഗത്തിലേക്ക് പോയി. അവർ 2 പേരും വീണ്ടും മുമ്പോട്ട് നടന്നു. ലക്ഷ്മണൻ അതിബുദ്ധിമാനാണ്. ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭോ, എൻ്റെ കണ്ണും കയ്യും തുടിക്കുന്നു. എന്തൊക്കെയോ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് തോന്നുന്നു. കുശവനം കണ്ടിട്ട് പേടിയാകുന്നു. പലവിധ ദുർനിമിത്തങ്ങളും കാണുന്നു. 2 പേരും വീണ്ടും നടന്നു. കബന്ധൻ വഴിക്ക് കുറുകെ കിടക്കുന്നു. കാതും മൂക്കും കണ്ണും വയറ്റിനുള്ളിലാണ്. കൈ 100 യോജന വിസ്താരത്തിൽ കിടക്കുന്നു. രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ കൈ 2ഉം നീട്ടിവെച്ചുകൊണ്ട് തടഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആഹാരമാണ്. പ്രാണരക്ഷ ചെയ്യാൻ ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു. അതനുസരിച്ച് 2 സഹോദരന്മാരും കൂടി രാക്ഷസന്റെ കൈവെട്ടി. വലതുകൈ രാമനും ഇടതുകൈ ലക്ഷ്മണനും വെട്ടി. കബന്ധൻ പിടഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ വസിക്കുന്നു? ലക്ഷ്മണൻ പറഞ്ഞു, ഈ ലോകത്തിലെ രാജാവായ രാമൻ, എല്ലാവരും പൂജിക്കുന്ന ദശരഥപുത്രൻ, ശ്രീരാമൻ്റെ അനുജൻ ഞാൻ ലക്ഷ്മണൻ. അച്ഛൻ്റെ സത്യം സംരക്ഷിക്കാൻ വനംതോറും അലയുകയാണ്. നീ ആരാണ്? വികൃതമായ ആകൃതി, വനത്തിൽ വസിക്കുന്ന ഏതു വർഗമാണ്? ലക്ഷ്മണൻ ഇത്രയും പറഞ്ഞപ്പോൾ കബന്ധന് പൂർവസ്മരണയുണ്ടായി. ഞാൻ കുബേരൻ എന്ന ദൈത്യനായിരുന്നു. കാമദേവനെ ജയിക്കാൻ സുന്ദര രൂപം കൊണ്ടു. എന്നിട്ട് എല്ലാവരെയും നിന്ദിച്ചു. അപ്പോൾ ഒരു മുനി എന്നെ ശപിച്ചു. സ്വരൂപഭംഗി മുഴുവൻ നശിച്ച് വിരൂപനായി പോകട്ടെ. വിഷ്ണു രാമനായി അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാണമേറ്റ് ശാപത്തിൽ നിന്നും നീ രക്ഷ പ്രാപിക്കും. എൻ്റെ മേൽ ക്രോധം തോന്നിയ ശനിദേവൻ വജ്രായുധം പ്രയോഗിച്ചു. വജ്രാഘാതത്തിലാണ് എൻ്റെ ശിരസ് ഉദരത്തിൽ പ്രവേശിച്ചത്. ചെവി, മൂക്ക്, കാൽ ഒന്നും കാണാൻ പറ്റില്ല. ചലനശക്തിയുമില്ല. കിടന്നുകൊണ്ട് കിട്ടുന്നത് ഭക്ഷിക്കുന്നു. അതിനാണ് എൻ്റെ കൈകൾക്ക് മാത്രം ഇത്ര നീളം.
രണ്ടു കൈകൾ രണ്ട് മലകൾ പോലെയാണ്. നീണ്ട കൈകൾ കൊണ്ട് ബഹുദൂരം വഴി തടയുന്നു. രണ്ട് കൈക്കുള്ളിൽ വരുന്ന എന്തൊക്കെയോ അത് പിടിച്ച് വയറ്റിലാക്കും. നിന്ദ്യമായ രൂപവും നിന്ദ്യമായ ഭക്ഷണവും. അങ്ങയെ കണ്ടപ്പോൾ ശാപമോചനം കിട്ടി. എങ്കിലും പ്രത്യുപകാരം ചെയ്തിട്ട് ഞാൻ സ്വന്തം ലോകത്തിലേക്ക് പോകട്ടെ. എന്താണ് രാമ വനത്തിൽ ചുറ്റിത്തിരിയുന്നത്? എന്താണ് അഭിലാഷം? ശ്രീരാമൻ പറഞ്ഞു, രാവണൻ സീതയെ അപഹരിച്ചു. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിക്കുക. രാമ, ഞാനൊരു മാർഗം ഉപദേശിക്കാം. എൻ്റെ ശരീരം ഇല്ലാതായാൽ ലോകത്തിലെ ഇരുട്ടൊഴിയും. രാക്ഷസ ശരീരം ഇല്ലാതായാൽ എനിക്ക് ഒരിടത്തും ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ വഴി പറഞ്ഞു തരാം. ലക്ഷ്മണൻ ചിത കൂട്ടി കബന്ധനെ ദഹിപ്പിച്ചു. ശരീരം കനൽക്കട്ടയായി. അതിൽ നിന്നും ഒരു അത്ഭുത രൂപം ഉയർന്നു വന്നു. രണ്ടാമതൊരു സൂര്യനെ പോലെ ഉയർന്നു. ആ മൂർത്തി രാമനോട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഋഷ്യമൂകത്തിൽ ചെന്ന് സുഗ്രീവനെ നിയോഗിക്കൂ. ഞാൻ പോകട്ടെ. രാമന്റെ ദർശനത്താൽ കബന്ധന് സ്വർഗവാസം ലഭിച്ചു. വീണ്ടും അവർ മുന്നോട്ട് നടന്നു. പ്രഭാതമായി. ഉദയത്തിൻ്റെ മഞ്ഞുണ്ട്. സഹോദരന്മാർ രണ്ടുപേരും പമ്പാ നദീ തീരത്തുകൂടി നടന്നു. രാവിലെ കുളിച്ച് തർപ്പണം ചെയ്തു സുഗ്രീവനെ തേടി പുറപ്പെട്ടു. രാമൻ മാതംഗാശ്രമത്തിലെത്തി. അവിടെ ശബരിയുണ്ട്. ശബരി രാമനെ കാത്തിരിക്കുകയാണ്. പരമഭക്ത, മാതംഗമുനിയുടെ ശിഷ്യ. എന്നും രാവിലെ കുളിച്ച് ഇന്ന് രാമൻ വരും എന്നു കരുതി പൂക്കളും പഴങ്ങളും ശേഖരിച്ചു വെക്കും. അങ്ങനെ അന്നേ ദിവസവും പൂക്കളും പഴങ്ങളും ശേഖരിച്ച് വെച്ചിരുന്നു. രാമൻ ആശ്രമത്തിലെത്തി. ശബരിക്ക് സന്തോഷമായി. രാമനെ പൂജിച്ചു. എന്നിട്ട് ശബരി പറഞ്ഞു, ഞാൻ വളരെ കാലം മാതംഗമുനിയെ സേവിച്ചു. മുനി യഥാകാലം വൈകുണ്ഠത്തിൽ പോയി. പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ തന്നെ കഴിയുക. രഘുപതി ശ്രീരാമചന്ദ്രൻ ഇവിടെ വരും. രാമനെ കാണുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. രഘുപതി എന്നിൽ പ്രസാദിക്കണമേ. എനിക്ക് ദേഹഗതി നൽകണമേ. ഈ വിധം പറഞ്ഞ് രാമനെ നമസ്കരിച്ചു. താൻ കയ്യിൽ വെച്ചിരുന്ന പഴങ്ങളും പുഷ്പങ്ങളും അതിൽ ഏറ്റവും നല്ലത് എന്ന് ശബരി തന്നെ കഴിച്ചു നോക്കി ഉറപ്പുവരുത്തിയിട്ട്, മണത്തു നോക്കി പൂക്കൾ വാസനയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് രാമന് സമർപ്പിച്ചു. എല്ലാം നാരായണൻ സ്വീകരിച്ചു. അതിനുശേഷം നാരായണ സ്മരണയോടെ തൊഴുകൈയോടെ ശബരി സ്വയം നിർമ്മിച്ച അഗ്നികുണ്ഡത്തിലേക്ക് കടന്നു. ശബരിയുടെ ധൈര്യം കണ്ട് ശ്രീരാമൻ അത്ഭുതപ്പെട്ടു. ആ ശരീരം കനൽക്കട്ടയായി. അവരുടെ ഭാഗ്യത്തെപ്പറ്റി മറ്റെന്ത് പറയാൻ? ആരെ സ്മരിക്കുമ്പോൾ മുക്തി ലഭിക്കുമോ ആ ശ്രീരാമചന്ദ്രനെ നേരിൽ കണ്ടു. ശബരി ശരീരം വെടിഞ്ഞു. രാമപ്രസാദത്താൽ സകല പാപങ്ങളും നശിച്ച് വൈകുണ്ഠത്തെ പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ആരണ്യകാന്ഡം ഇവിടെ സമാപിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ കിഷ്കിന്ധാകാന്ഡമാണ് പറയുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് പറയണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതും എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഹരേ കൃഷ്ണ.